മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ നിൽക്കുകയാണ് ബിഗ് ബോസ് സീസൺ 7ന്റെ വരവ്. അങ്ങനെ ലാലേട്ടന്റെ വരവോടുകൂടി ബിഗ് ബോസ് സീസൺ 7 ഇന്ന് തുടങ്ങി. സീസൺ 7ലേക്കുള്ള ലാലേട്ടന്റെ എൻട്രി വേറെ ലെവലായിരുന്നു. ലാലേട്ടൻ ബിഗ് ബോസ് കാണിക്കുന്ന സമയത്ത് കിച്ചണും സ്റ്റോർ റൂമും പണിപ്പുരിയും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പണിപ്പുരി കാണിക്കുന്ന സമയത്ത് ലാലേട്ടൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഏഴിന്റെ പണിപ്പുരിയാണെന്നുള്ളതും. അതുപോലെ ജയിലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് മണിയറയല്ല തടവറയാണെന്നും ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഫസ്റ്റ് സ്റ്റേജിലോട്ട് വിളിച്ചത് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അധികം ആർക്കും അറിയില്ലെങ്കിലും അദ്ദേഹം ഒരു കോമണർ കൂടിയാണ്. അദ്ദേഹം ഒരു ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ച് ബിഗ് ബോസ് സീസണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കുറച്ച് ഓവർ കോൺഫിഡൻസ് ആണെന്നുള്ള പ്രേക്ഷകരുടെ കമന്റ്സ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം മോഡലിങ്ങും അതുപോലെ തന്നെ കുറച്ച് സിനിമയിലും അഭിനയിച്ച ആര്യനാണ് അടുത്ത കണ്ടസ്റ്റൻസ് അനുമോളാണ്. ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലും അതുപോലെ ഒരുപാട് സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. കലാഭവൻ സരിക ആക്ട്രസും ഒരുപാട് മിമിക്രികളിലും വേദികളിലും ഒരുപാട് ചെയ്തിട്ടുണ്ട്. സിംഗറായ അക്ബർ ഖാനാണ് അടുത്ത കണ്ടസ്റ്റൻസ്. ഒരുപാട് റിയാലിറ്റി ഷോകളിൽ വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന RJ ബിൻസിയാണ് അടുത്ത കണ്ടസ്റ്റൻസ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടസ്റ്റൻസാണ് ഉനിൽ സാബ്. ഫുഡ് ബ്ലോഗറും അതുപോലെ തന്നെ ഒരു ഷെഫും കൂടിയാണ്. ഏഷ്യനെറ്റിൽ തന്നെ മികച്ച ഒരു സീരിയലിൽ അഭിനയിക്കുകയാണ് ബിൻസി സെബാസ്റ്റ്യൻ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് റന ഫാത്തിമ. ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആക്ടറായ അഭിശ്രീയാണ് അടുത്ത കണ്ടസ്റ്റൻസ്. തന്നെ വികലങ്ങളായതുകൊണ്ട് ഒരുപാട് വേദികളിൽ നിന്നും വിട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസിൽ വന്നതെന്നും അഭി വ്യക്തമാക്കി. മുൻഷി എന്ന പരിപാടിയിലൂടെ വിജയിച്ചു വന്ന വ്യക്തിയാണ് രഞ്ജിത്ത്. നല്ലൊരു ഇൻ്റർവ്യൂർ കൂടിയാണ് സരിക. മലയാളിക്ക് ഇഷ്ടപ്പെട്ട നടനാണ് ഷാനവാസ്. സീരിയൽ തരം. വീട്ടുകാരെ എതിർത്ത് ഒരുമിച്ച് ജീവിക്കുന്ന അതില നൂറ് എന്ന കപ്പിൾസും അതുപോലെ സീരിയൽ ആക്ട്രസും ആർട്ടിസ്റ്റുമായ ഷയ്യ സന്തോഷ്. മലയാളികൾ ഏറെ പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന രേണു സുധി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ലിസ്റ്റിലുണ്ടായിരുന്ന ശരത് അപ്പാനി. ബിഗ് ബോസ് സീസണിലേക്ക് കയറുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏഴിന്റെ പണി എന്ന് ലാലേട്ടൻ ഉദ്ദേശിച്ചെന്നാണ് പ്രേക്ഷകർ പറയുന്നത്.